ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് അട്ടയിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ നമുക്കിത് നല്ല നാടൻ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ടൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ മല്ലി എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മല്ലിയും പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ കറക്റ്റായിട്ട് അത് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങാപ്പീരയും കൂടി നമുക്കൊന്ന് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതേ അതും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും വറ്റൽമുളക്, പെരിഞ്ചീരകവും മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ പരുവം ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇനി മസാലക്കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടി എടുക്കണം. നന്നായിട്ട് പുരട്ടി എടുത്ത് കുറച്ച് നേരം വെക്കണം. കുറച്ച് നേരം വെച്ചാലേ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ നന്നായിട്ട് നമ്മൾ പുരട്ടി ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇച്ചിരി ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സവാളയും കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് വരാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മസാലകളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളകും കൂടി ഇട്ട് കൊടുക്കുക. സവാളയിലൊക്കെ ഒന്ന് മസാല പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി ചേർക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ സവാളയുടെ ആ മസാലയും ഇതും കൂടി ചിക്കനും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കണം. നന്നായിട്ട് ഇളക്കി ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി കുറച്ച് ആഡ് ചെയ്യാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ അതേ വെന്ത് വരുമ്പോൾ അതിങ്ങനെ ഇരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സ്മെല്ലൊക്കെ പറഞ്ഞിട്ട് വളരെ യമ്മിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഓക്കെ, ബൈ.